എൻ്റെ പേര് ജീഷ്മ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ പുത്തൻകട ഇടവക അംഗമാണ്. എൻ്റെ ജീവിതത്തിൽ മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ തകർച്ചയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടുണ്ടിപ്പോൾ. അപ്പോൾ ഞാൻ 2020 ഫെബ്രുവരിയിലായിരുന്നു വിവാഹം. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി വന്ന പള്ളി എന്ന് പറയുന്നത് കൃപാസനം പള്ളിയാണ്. അത് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ തീർത്ഥയാത്ര പോയപ്പോൾ ഇതുവഴി പോയ സമയത്ത് ഇവിടെ ഇങ്ങനെ കൃപാസനം പള്ളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കയറാനിടയായതാണ്. അന്ന് ഞങ്ങൾക്ക് ഇതുവരെ കയറാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡുമായിട്ട് കോവിഡിന് മുന്നേ ഇവിടെ വന്ന് മാതാവിനടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ അന്ന് ഈ തിരക്കൂട്ടും എല്ലാം കണ്ട ശേഷം ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ പോയി കൃത്യം 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് കാര്യത്തിലാണോ കൂടുതൽ സന്തോഷിച്ചിരുന്നത് ആ കുടുംബജീവിതം തന്നെ എൻ്റെ കൈവിട്ട് പോയി. എന്ത് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാത്തിലും തടസ്സങ്ങൾ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരാനിടയായി. വന്നു കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു, കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെന്തോ വലിയ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു ഇതധികം മുന്നോട്ട് പോകില്ല, ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മൊത്തത്തിലെ തടസ്സം. അപ്പോഴത്തേക്കും ഞാൻ കരഞ്ഞുകൊണ്ട് ബൈബിൾ തുറന്നെടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് ശക്തനും ധീരനുമായിരിക്കുക, നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കും. സത്യം, ആ ഒരു വിശ്വാസത്തിൽ മാത്രമായിരുന്നു ഞാൻ പിന്നീട് എൻ്റെ ജീവിതം മുന്നോട്ടുള്ളത് മുഴുവൻ. എല്ലാം തകർന്നു എന്ന് കരുതിയെടുത്തുനിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടെടുത്ത ആ ഒരു ബൈബിൾ വാക്യമാണ് എന്നെ ഇന്നും ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ മെൻ്റലി ഒരുപാട് തകർന്നു, ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ പോയി ഒന്ന് റെഡിയായി. പിന്നെ പഠിക്കണം എന്നുള്ള വാശിയായി. അങ്ങനെ ഞാൻ ഒരു 3 മാസം കൊണ്ട് പഠിച്ചു. ഒരുപാട് PSC ലിസ്റ്റിലൊക്കെ ആയി. പിന്നെ ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതിയ ശേഷം ഉടമ്പടി എടുത്ത് 4ാമത്തെ തവണ പുതുക്കിയപ്പോഴത്തേനും കേരള റോഡ് ഫണ്ട് ബോർഡിൽ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് എനിക്ക് ജോലി കിട്ടി. ആ ജോലി കിട്ടിയത് പോലും ഒന്നും എൻ്റെ യോഗ്യതയല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അത് എൻ്റെ എനിക്കൊട്ടും മെറിറ്റില്ലായിരുന്നു. സൈറ്റ് സൂപ്പർവൈസറായിട്ടും പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ടും 2 പോസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് എഴുതി. പക്ഷേ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് കയറ്റിയിട്ട് അവർ റിജക്റ്റ് ചെയ്തതാണ്. ഇൻ്റർവ്യൂ നടത്തിയത് പോലുമില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം സങ്കടപ്പെട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും പ്രതീക്ഷിക്കാതെ എനിക്ക് അഡ്വൈസ് വന്നു, ഇതുപോലെ ജോലിയുണ്ട്, അത്യാവശ്യം നല്ല സാലറിയിൽ ഞാൻ ഇന്ന് ജോലിക്ക് കയറിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ആ 6 മാസം കഴിഞ്ഞ ശേഷം 3 വർഷത്തോളം ഞങ്ങൾ കേസ് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കോടതിയിൽ കേസൊക്കെ ആയി. ഞങ്ങളെ മീഡിയേഷൻ എന്നുള്ള രീതിയിൽ കേസായി. അപ്പോൾ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 1 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. പല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു രക്ഷയില്ല. ഞങ്ങൾ തമ്മിൽ ടോട്ടലി എവിടെയാണെന്നോ ഞാനെവിടെയാണെന്നോ ആളെവിടെയാണെന്നോ ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നിട്ടും കൂടി കൃത്യം ഈ 2024 ജനുവരി 25 കേസെല്ലാം അവസാനിച്ചു. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുവാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നെ വന്നിട്ട് അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ കുഞ്ഞുനാൾ മുതലേ എന്നെ പഠിപ്പിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ബൈബിള് വായിച്ചിട്ടല്ലാതെ ഒരു ദിവസം പോലും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥനാ ജീവിതത്തിലും ബൈബിള് വായിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. കാരണം എന്ന് വെച്ചാൽ അതില്ല എങ്കിൽ എനിക്കെന്തോ ആപത്ത് വരും, എൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ആപത്ത് വരും എന്നുള്ള ദൈവഭയത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളിലും ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ പിന്നിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും ദൈവമായിട്ട് എനിക്കൊരു അനുഭവം നൽകിയതാണെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ചും കൂടി ശക്തിപ്പെട്ടു. പിന്നെ വന്നിട്ട് എനിക്ക് ജപമാല പറഞ്ഞ് വീട്ടിൽ പ്രാർത്ഥിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് പാട്ട് പാടും, അവരവരുടെ സ്വയം പ്രേരിത പ്രാർത്ഥന പറയും, പിന്നെ ബൈബിള് വായിക്കും, പിന്നെ ഈ ഒരു നന്ദി, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ജപമാല പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുഭവം ഒന്ന് വേറെ തന്നെയാണെന്ന് അതെനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ റൂമിനകത്ത് ഈ ഒരു പ്രശ്നമൊക്കെ ആയി വന്ന സമയത്ത് ഞാൻ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം ജപമാല പറഞ്ഞിട്ടുണ്ടെന്ന്
എനിക്കും എൻ്റെ മാതാവിനും മാത്രമേ അറിയുള്ളൂ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് നമ്മളെ കൈവിടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം പല തവണ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നിയോഗത്തിൽ ജപമാല പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നൽകണേ വീട്ടിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇപ്പോൾ മുടങ്ങാതെ ജപമാല പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ വന്നിട്ട് അമ്മയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ട്രാൻസ്ഫർ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെ ഒരു 2.5-3 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് എത്തുന്ന രീതിയിൽ ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ ആൾക്ക് ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ട്രാൻസ്ഫർ അടുത്തോട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പല രീതിയിലും ശ്രമിച്ചു, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. എന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക പ്രാർത്ഥനാ മുറി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴവിടെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ ജപമാല പറഞ്ഞ് ഏതാണ്ട് കഴിയാറായപ്പോഴത്തേനും എനിക്കും അമ്മയ്ക്കും ആദ്യം ഒരു മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേനും അനിയത്തി ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കിയിട്ട് അമ്മ എന്തെങ്കിലും മണം വന്നു ചോദിച്ചു. അമ്മ പറഞ്ഞു ആ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അനിയത്തി അവിടെ നിന്ന് എനിക്ക് മാത്രം മുല്ലപ്പൂവിൻ്റെ മണമൊന്നും വരുന്നില്ല, എനിക്കത് എന്നെ മാതാവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവക്കും മാതാവിൻ്റെ സുഗന്ധം ലഭിച്ചു. പിന്നെ ഞാൻ PSC എക്സാമിന് ഇവിടെ ഹാൾ ടിക്കറ്റ് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ വന്നപ്പോഴത്തേനും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് നല്ല സുഗന്ധാഭിഷേകം ലഭിച്ചു. പിന്നെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിന് ജോലി ലഭിച്ചു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ കുടുംബജീവിതത്തിൽ ഒരുപാട് തകർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ആൾക്ക് ജോലി ലഭിക്കാൻ ആകെ ഒരു വാക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ആ വാക്കൻസിയിലോട്ട് ആൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ ആളത് വിചാരിച്ചു നല്ലൊരു ജോബായിരുന്നു, കൈവിട്ട് പോയി എന്ന് കരുതിയ ശേഷം കൃത്യം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും വിളിച്ച് പറയുന്നു യു ആർ സെലക്റ്റഡ്. അങ്ങനെ ആളെയും കൃപാസനത്തിലോട്ട് കൊണ്ടുവരാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിന് മക്കളുണ്ടാവാത്തതിന് വേണ്ടിയിട്ട് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു. പിന്നെ വന്നിട്ട് എൻ്റെ ഈ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക, അവൻ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ എല്ലാ കേസും ഒക്കെ സെറ്റിലായി. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഞാൻ നിയോഗത്തിൽ വയ്ക്കാതെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ നടന്നു പോകുമ്പോഴത്തേനും ഞാനൊരു സ്ഥലം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ആ സ്ഥലം എനിക്ക് വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. കാരണം പള്ളി അടുത്താണ്, അപ്പോൾ ഡെയിലി പള്ളിയിലൊക്കെ പോകാമല്ലോ, മൊത്തത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിക്കും, പക്ഷെ അത് വാങ്ങാനും വേണ്ടിയുള്ള സാമ്പത്തിക ശേഷിയോ അങ്ങനെ ഒന്നും എനിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു മാതാവേ, എനിക്ക് പള്ളിയിൽ പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അപ്പോഴത്തേനും ഞാൻ പോലും വിചാരിക്കാതെ എൻ്റെ ഈ കേസും കാര്യങ്ങളൊക്കെ സെറ്റിലായി ഞങ്ങൾ ഒന്നായപ്പോഴത്തേനും എനിക്കത് വാങ്ങാനുള്ള വഴി മാതാവ് തുറന്നു തന്നു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹം. പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണക്കാര്യം ഞാനിങ്ങനെ അവിടെ നാട്ടിൽ മുഴുവൻ മൂത്ത മോളിങ്ങനെ വന്ന് നിൽക്കുവാണ്, ഡിവോഴ്സും കേസും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ കുടുംബം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പല നല്ല ആലോചനകളും മുടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അവൾക്കിപ്പോൾ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ജൂൺ 10-ാം തീയതി എൻഗേജ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി തൈലം ഞാൻ ഒഴിവാക്കാറില്ല. രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരട്ടി. പിന്നെ അതുപോലെ ഉടമ്പടി ഉപ്പ്, തേന് ഇതൊക്കെ ഒഴിവാക്കാറില്ല. ഇതിലൊക്കെ അത്രയും ശക്തിയുണ്ട് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പലതവണ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ഇല്ലാതെ ഒരു ജീവിതം എനിക്കിപ്പോൾ ഇല്ല. ഉടമ്പടി കാശുരൂപം ഞാൻ എങ്ങോട്ട് പോയിരുന്നാലും ഉടമ്പടി കാശുരൂപമുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായാലും അനാഥാലയം സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക. പിന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നല്ലൊരു വീതം ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അവസരം നൽകിയതിന്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ പ്രത്യേകിച്ച് നിങ്ങൾ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുമ്പം നമുക്ക് മാതാവ് പല സബ്ജക്റ്റ് വൈസ് എല്ലാവിധ സബ്ജക്റ്റുകളും മാതാവിൻ്റെ സാക്ഷ്യത്തിൽ റെഫർ ചെയ്യപ്പെടാറുള്ളൂ. അപ്പോൾ ഒന്ന്
ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ട്. കാരണം അങ്ങനെ തീരുമാനിച്ചിരുന്നവർ ഒരുമിച്ച് വന്ന് ഈ അൾത്താരയിൽ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ 2-3 സാക്ഷ്യങ്ങൾ അങ്ങനെ തന്നെ വരുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സബ്ജക്റ്റും അബോർഷനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയിൽ വിലയിരുത്തുമ്പം മാതാവ് ഈ ലോകത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാക്ഷ്യങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു, അങ്ങനൊരു വ്യക്തിപരമായിട്ടുള്ള ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ നിന്നൊരു സാഹചര്യത്തെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ക്രമീകരിക്കപ്പെട്ട് വീണ്ടും പ്രാർത്ഥനയിലേക്ക് വരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതവും അടയാളവും. പിന്നെ രണ്ടാമത്തത് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ കുടുംബത്തിൽ വിശ്വാസ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്ന മാതാപിതാക്കളുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വിശുദ്ധ ബൈബിളിനെ കുറിച്ചൊരു വലിയൊരു തീക്ഷ്ണത പണ്ട് തൊട്ടേ അമ്മയായിരിക്കും ഒരു പക്ഷേ പറഞ്ഞ് കൊടുക്കുന്നത്. അത് പക്ഷേ ഒന്ന് കുഞ്ഞുങ്ങളായതുകൊണ്ട് ചിലപ്പം പേടിപ്പിക്കുകയൊക്കെ ആയിരിക്കും. പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ ആസ്തി ഉണ്ടല്ലോ, അത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വെച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ അപ്പനും അമ്മയും ഒക്കെ പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും ഒരു ശീലം അതിലൂടെ വലിയ കൃപയുടെ അനുഭവം കടന്നു വരുന്നത് വ്യക്തമാണ്. അപ്പം അതിനുശേഷം വിവാഹത്തിന് ശേഷം സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഉത്തരവാദിത്വം കൂടുന്നതനുസരിച്ച് കുറയുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമായിരിക്കും മിക്ക കാര്യങ്ങളിലും. അപ്പോൾ അതൊരു പ്രാർത്ഥനാ ജീവിതം പുറകോട്ട് പോകുന്നു, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നീട് ആ ബുദ്ധിമുട്ടുകൾ തന്നെ ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ അതിജീവിക്കുവാനായിട്ടുള്ള ഫസ്റ്റ് ഒരു നോട്ട് കിട്ടുന്നത് ബൈബിളിൽ നിന്നാണ്. അതാണ് ഈ സാക്ഷ്യത്തിലെ മറ്റൊരു. അപ്പോൾ കർത്താവ് എവിടെയാണോ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുന്നത് ആ മേഖലയിൽ കൂടെ തന്നെ ദൈവം നമ്മളെ സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം, വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ദൈവം ഒരുപാട് പേരെ പിടിച്ചു നിർത്തിയതും അഭിഷേകം നൽകുന്നതും ഉയർത്തിക്കൊണ്ടുവന്നതും. അതിൽ ക്രൈസ്തവരെന്നോ അക്രൈസ്തവരൊന്നും ഇല്ല, എല്ലാവരുടെ സാക്ഷ്യത്തിലും. അപ്പോൾ വീണ്ടും വിശുദ്ധ ബൈബിളിനെ വീണ്ടും ദൈവം നമുക്ക് മുൻപിൽ കൺഫർമേഷൻ തരികയാണ്. ഇതാണ് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ ഫസ്റ്റ് നിങ്ങളുടെ പ്രൈമറിലി നിങ്ങളുടെ കൺസേൺ ആയിട്ട് മാറേണ്ടത്. അത് ശക്തനും ധീരനുമായിരിക്കും ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വചനം. അപ്പോൾ ശക്തനും ധീരം ആ വചനത്തിലാണ്. ഇപ്പോൾ ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയതനുസരിച്ച് ആ വചനമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നീട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒറ്റയ്ക്ക് ജപമാലകൾ ചൊല്ലി. രണ്ടാമത്തെ ജപമാലയെക്കുറിച്ച് അത് ചെറിയ റെഫറൻസ് അല്ല, നമുക്കിപ്പം നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. അപ്പം ഈ മുറിയിലിരുന്ന് ജപമാല ചൊല്ലി എന്നൊക്കെ പറയണത് ഒരുപാട് സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം പറയണത് ഒരുപാട് സാക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ ചൊല്ലുന്ന ജപമാലകൾ ദൈവം എന്താണ്, ഇപ്പോൾ കഥകടച്ച് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചെടുത്തുനിന്ന് പരിശുദ്ധാത്മാവ് കഥക് തുറന്ന് അവരെ സുവിശേഷത്തിന് അയച്ചതുപോലെ ആ ചൊല്ലിത്തീർത്ത ജപമാലയിൽ ആത്മാവ് നിറഞ്ഞ് ഉടമ്പടി എടുത്ത് നിറഞ്ഞ് ഈ സാക്ഷ്യം പറയാനായിട്ട് ഈ മകളിവിടെ വരുത്തിയെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. മൂന്നാമത്തേത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രകടമാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതിനൊരു കൺഫർമേഷൻ തരും. ഇങ്ങനെ വരാൻ പാടുള്ളൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, പക്ഷേ മാതാവ് അതിനൊരു സ്ഥിരീകരണം നൽകും. ഇതിൽ ഈ ഒരു അൾത്താരയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയൊക്കെ സ്വപ്നം കാണുന്നതെല്ലാം ഈ അൾത്താരയും ബന്ധപ്പെട്ട് എന്ത് നമ്മൾ സ്വപ്നം കാണുമ്പോഴും അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അമ്മ കൂടെ സഞ്ചരിക്കുന്നുള്ളൊരു ഉറപ്പുണ്ട്. ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ സെൻറ്റൻസ്, ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, വലിയൊരു അനുഭവം. പിന്നെ അത് മാറ്റി വെച്ചുകൊണ്ടൊരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വസ്തുക്കൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം എനിക്കുണ്ടാവത്തില്ല. അപ്പം ഈ ഒരു വിശ്വാസം പണ്ട് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു വിശ്വാസ ജീവിതം ഒരുപാട് പേര് തീക്ഷ്ണതയോടെ കത്തിച്ചെടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതിന് പരിശുദ്ധ അമ്മ സഹായിക്കുന്നുണ്ട്. കാരണം ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ ജീവിപ്പിക്കുക എന്ന് പറയുന്ന അമ്മയുടെ വലിയൊരു മിഷനും കൂടെയാണ്. അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ഒരു ദൗത്യം വളരെ വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തൻ്റെ ഈ ചെറുപ്പത്തിൽ തനിക്ക് ലഭിച്ച അനുഭവങ്ങൾ വെച്ച്, അത് റോമിലുണ്ടായതോ ഇറ്റലിയിലുണ്ടായതോ ദൂരദേശങ്ങളുണ്ടായ അനുഭവം വെച്ചിട്ടല്ല ഇവിടെ ഒരാൾ സാക്ഷ്യം പറയുന്നത്. താൻ തൊട്ട് കേട്ട് സ്പർശിച്ച് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സ്ഥിരീകരിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാക്ഷ്യം നമുക്ക് പ്രാർത്ഥനയോടെ വിലയിരുത്തുകയും അതോടെ പ്രാർത്ഥനയോടെ കേൾക്കുകയും